ഇഷ്ടപ്പെടാതിരിക്കാന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ലാലേട്ടന്റെ ആദ്യത്തെ ഡയറക്ഷൻ ഒക്കെ അല്ലേ, അപ്പൊ ഡയറക്ഷൻ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയൊന്നുമില്ല. അല്ല മീൻസ് ഇത് വെറുതെ VFX-ഉം 3D ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പടം ഇതാ ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള സിനിമയല്ലേ. ഈ ഡിസ്നിയുടെ പടമൊക്കെ ഈ മലയാളത്തിൽ ഡബ് ചെയ്ത് അങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. കോമഡിയാണ് കുറച്ച് വലിച്ചു നീട്ടി പോയതല്ലേ തോന്നുന്നു. ഡയറക്ഷൻ ഒന്നും യാതൊരു പ്രശ്നവും തോന്നിയില്ല. എനിക്ക് കുറച്ച് നീട്ടിപ്പോയി സ്ക്രിപ്റ്റ്, ഒരു സ്റ്റോറി ഭയങ്കര ലാഗ്. പക്ഷെ എന്നാലും വിഷ്വൽ ട്രീറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് പക്ക കുട്ടികൾക്ക് അതിൻ്റെ അപ്പുറം ഇല്ല. അത് കുട്ടികൾക്ക് മാത്രമുള്ള ഒരു സിനിമയാണ്, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഓക്കെ. എനിക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ 3D ഗ്രാഫിക്സും ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. പിന്നെ മോഹൻലാലിൻ്റെ ആദ്യത്തെ ഒരു പടം എന്നുള്ള രീതിയിൽ എല്ലാവരും പോയി കാണുക. അത്ര എനിക്കും കൂടുതൽ അങ്ങനെ തന്നെ തോന്നിയത്. കുട്ടികൾക്കുള്ള പടമായിട്ട് തന്നെയാണ് തോന്നിയത്. കത്തേണ്ടതാണ്. വിഷ്വൽ ട്രീറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം. സ്റ്റോറി ബേസ് ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി ബേസ് വലിയൊരിതായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, എൻ്റെ സ്വന്തം അഭിപ്രായം. ഫാന്റസി ത്രില്ലർ പോലെയൊക്കെ ഏകദേശം. ലാലേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷൻ സൂപ്പർ ഇഷ്ടപ്പെട്ടോ? ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണോ ക്രിസ്മസിന്? അതെ അതെ, അടിപൊളി ക്രിസ്മസ് അല്ലേ സൂപ്പർ. പടം സൂപ്പർ, കൊള്ളാം. ക്രിസ്മസിന് സൂപ്പറാണ്, പിള്ളേർക്കെല്ലാം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടം. മോഹൻലാലൊക്കെ അടിപൊളി, മോഹൻലാൽ സൂപ്പറാണ്. നല്ല സിനിമയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര വിഷ്വൽ സിനിമയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. മോഹൻലാലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മോഹൻലാൽ അടിപൊളിയായിരുന്നു, നല്ല അഭിനയമായിരുന്നു. ഒരു ഫാന്റസി ഒക്കെ ആയിരുന്നു. ഫാന്റസി മാജിക്കൽ മൂവി. ഡിസ്നിയുടെ ഒക്കെ പടങ്ങൾ കാണാറുണ്ടോ? അത്രയൊക്കെ ഉണ്ട്, ഓൾമോസ്റ്റ്. കുഴപ്പമില്ല. 3D പിള്ളേർക്ക് മാത്രമാണ് അത് ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ ഒരു പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു.